എന്ത് ആദ്യം മാറ്റിയിട്ടുണ്ട്. ഈ പ്രശ്നമാക്കണ്ടോ, ഡോണ്ട് വെറി. കുറേ മെസ്സേജ് വരുന്നുണ്ട്, എനിക്കൊന്നും കാണാൻ പറ്റണില്ല കേട്ടോ. അയ്യോ ഡെമോണെ, എൻ്റെ അമ്മേൻ്റെ ഒക്കെ കണ്ടുണ്ടോ? എനിക്കറിയില്ല, ഇതിലൊക്കെ ഈ ഉമ്മാനോടൊക്കെ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ പെരുമാറുക. ഞാൻ എനിക്കറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കാം കേട്ടോ. ആദ്യം നമ്മളെ മുന്നിൽ മാന്യനായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാവും അത്. അത് നിങ്ങളുടെ വീട്ടിൽ പെങ്ങളോടൊക്കെ ഇങ്ങനെ തന്നെയാണോ? ജയ്സ്, അങ്ങനെ സാരിത്തുമ്പിൽ ജീവിക്കാനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യണില്ല. ഞാൻ അതിന് പറയൂല്ല ഒരാളോട് കേട്ടോ. ടോണി ആൻ്റണി എവിടെ വേറെ ഏതോ യൂണിവേഴ്സ് കയറി തോന്നുന്നുണ്ട്, ഞാൻ പോവാ. എനിക്കിതൊന്നും കേട്ട് നിൽക്കാൻ വെക്കില്ല പറഞ്ഞില്ലേ. അതാണ് ഞാൻ ചോദിച്ചത്, പെണ്ണുങ്ങളോട് ഇവർ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അതന്നെയാവും ഓരൊക്കെ മനസ്സിൽ വരിക, തോട്ട്സ് അത് തന്നെയാവും. ഇനിയിപ്പോൾ സിസ്റ്ററും മോളൊക്കെ ഉണ്ടാവില്ല, വലിയ കുട്ടികളുള്ളവർ. അപ്പോൾ അവരോടൊക്കെ അങ്ങനെ തന്നെയാണോ തോന്നുക? അത് ഈ പുറത്തുള്ള പെണ്ണുങ്ങളോട് മാത്രമാണ്. എനിക്ക് അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊരു ക്ലാരിറ്റി ഇല്ല, അതേ ചോദിക്കണത്. കറക്റ്റ്, യെസ്, ഡണ്ടാ ഡൺ. എൻ്റെ പെങ്ങളൊക്കെ ഒരവസ്ഥ, അവരോടൊക്കെ പോയി തൂകി മരിക്കാൻ പറയും, അല്ലെങ്കിൽ ഈയനെ വെട്ടിക്കൊന്നാളാ. അതേ കാര്യം ഓൾക്ക് അതിലും വലുത് കേട്ടോ. പക്ഷെ മെസ്സേജ് ഇങ്ങനെ ഡിലീറ്റ് ആക്കണ ഇതുണ്ട് കേട്ടോ, മാന്യന്മാരും ഉണ്ടേ. ഓലുള്ളത് പെർവേഷൻസ് ആണ്, പുറത്ത് വരട്ടെ. അല്ലടാ, എനിക്ക് പറയാം, എനിക്ക് എന്തുണ്ട്, എനിക്കപ്പോൾ റിയാക്ട് ചെയ്ത് ഞാൻ പോവാണ്, ഞാൻ വേണ്ടാന്ന് കരുതിയാലും. ഷാലു, അയ്യോ ഞാനൊന്നും പറയില്ല, ഈ റൂമിൽ ആൾക്കാരുണ്ടായി പോയി അറിഞ്ഞില്ലേ. അസ്തഫറുള്ള അല്ല, പെങ്ങളത് എങ്ങനെയാ എന്നിട്ട്? വേണ്ട വേണ്ട വേണ്ട, നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ് വായിക്കണ്ടടാ. ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കണില്ല കേട്ടോ. പിന്നെ അമ്മി പറയൂ, നമ്മൾ ഇവിടുന്ന് തൊട്ട് പുതിയൊരു ഇത് തുടങ്ങാൻ പോവാണ് കേട്ടോ, പുതിയൊരു ജീവിതമല്ല ഇത് കേട്ടോ. പിസൈലൻ, യെസ് ഡൺ. പക്ഷെ ഞാൻ പറയും, എനിക്ക് ഭയങ്കര എടുത്തുചാട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനത്. സത്യം, എത്രത്തോളം ഇതുള്ള വൃത്തിയായിട്ട് ആൾക്കാരല്ലേ നമ്മളെ ഇടയിലുള്ളത്. ഹണീബി പറയടാ, നീ കൊള്ളാമെന്നോ? അതിനെന്താ, താങ്ക് യു തോമസ്. ഹായ്. അതുപോലെ മെസ്സേജ് കണ്ടറിഞ്ഞൂടെ, അതിന് ഞാനൊന്നും പറയണില്ല അറിഞ്ഞില്ലേ. ഇത് ഫസ്റ്റ് ലൈവ് അല്ലല്ലോ. എവിടെ പ്ലേസ്? മലപ്പുറം. അതെ അത് ഓൽക്കറിയോല അങ്ങനെയാണെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു നന്നാവാൻ പോണില്ല. അതൊരു അസുഖമാക്കി കണ്ടാൽ മതി. ഒരു അസുഖമാണത്. അവർക്ക് ഏത് പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ സ്വന്തം അമ്മനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാതേ തരുള്ളൂ അതൊരു അസുഖം. മരുന്ന് കൊടുത്ത് നല്ല പൊട്ടിച്ച് നന്നാക്കണം. ഓക്കെ, എല്ലാവരോടും ഓക്കെ. വൈഫിന് ഭരണം കൊടുത്ത് ജീവിച്ചാൽ അവളുടെ ആട്ടും കേട്ട് നല്ല ജീവിതം അത് അങ്ങനെ ജീവിക്കാൻ ഞാൻ പറയില്ല. ഇറങ്ങിപ്പോവും. നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ലൈഫാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എത്ര എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോവണം. ഞാൻ ഈ താനോട് ഡിവോഴ്സ് ചെയ്ത് ഇറങ്ങിപ്പോവാനേ ഞാൻ പറയണുള്ളൂ. ആയിക്കോട്ടെ, JK ട്യൂബ്സേ മതി കേട്ടോ. ഈ കുറച്ച് നേരമായിട്ടോ യൂട്യൂബ് ചാനൽ എന്ത് കൂടാൻ അമൽ ചന്ദ സോറി ഇടാ, താല്പര്യമില്ല. അതെ, എൻ്റെ കമൻറ്റ് എന്താ വായിക്കാത്ത? ഞാൻ ഒരു വട്ടം ഞാൻ വായിച്ചിട്ടുണ്ടേ, മറ്റേ എന്തോ ബോൾഡായിട്ട് ഇരിക്കണം എന്നുള്ളതല്ലോ. 1-2 വട്ടം ഞാൻ വായിച്ചത്, അതുകൊണ്ടാണ്. ഞാൻ തേനരുവിക്ക് നോക്കൂടാ, ഞാൻ തേനരുവിയെ നോക്കുള്ളൂ പറഞ്ഞില്ലേ. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പറയൂ, മൈൻഡ് ചെയ്യണ്ടേ. അതെ, അങ്ങനെ തന്നെ കൊടുക്കൂട്ടോ ആയിഷ. പിന്നെ ഫോർഗെറ്റ് ടു സേ, ഞാൻ കമൻ്റ് ഇടാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യാട്ടാ. നിലമ്പൂരാണോ? നിലമ്പൂർ എവിടെ? മലപ്പുറം. ഞാൻ മഞ്ചേരി ട്ടാ. അല്ല, ടൈം ഔട്ട് ഞാൻ തന്നെ അടിക്കണ്ടേ. എനിക്കൊരു തണ്ടിയിൽ സഹായം ആവശ്യമില്ല പറഞ്ഞില്ലേ. നഫീസ് സഹായ്.
അതിന് ഞാൻ പറയട്ടെ അലക്സേ, സഹോദര, അമ്മക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അല്ലെങ്കിൽ ഈ തെറി വിളിക്കുന്ന ആൾക്കാർ നമുക്ക് പൈസ ഒന്നും തരുന്നില്ലല്ലോ. പിന്നെ എന്താണെന്നറിയോ, സത്യം പറഞ്ഞാൽ തെറി വിളിക്കുന്ന ആൾക്കാർ മണ്ടന്മാരാ. ഒരു 90% ജോലി കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തര. കാരണം ഓർക്ക് പന്താപ്പം കിട്ടുന്നത് ഓർക്ക് പഠിച്ചോനത്തി എന്നതിനെ കുറ്റം മാത്രം. പിന്നെ അവർക്ക് തെറി വിളിച്ചതുള്ള സുഖം ഉണ്ടാവും കേട്ടോ, അതൊക്കെ. പക്ഷെ നേരെ കുറച്ച് നമുക്ക് ഓല കടിയും തീരും, എന്താ പശുവിൻ്റെ കടിയും തീരും, മറ്റേ ആരതോ പൈപ്പും തീരും, കാക്കൻ്റെ പൈപ്പും തീരുന്നു, അങ്ങനെ എന്തോ ഒരു ആരെക്കുറിച്ചോ പറയുമല്ലോ. അതുപോലെയാണ് അവസ്ഥ. നമുക്ക് പൈസ ഇട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിനോടാണ് നമ്മൾ വന്ന് കേട്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഓല അമ്മക്കും അച്ഛനും രണ്ട് വിളിയും വിളിക്കും. എനിക്ക് അങ്ങനെ റാഹത്ത് പറഞ്ഞില്ലേ. അല്ല, നല്ലതല്ല, ജീവിക്കണ്ട, അങ്ങനെ ഒരു ജീവിതത്തിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. തുടങ്ങിയത് കുറച്ച് നേരമായിട്ടുള്ളല്ലോ. ആമീൻ, എല്ലാവരും സുഖം സന്തോഷമായിട്ടിരിക്കട്ടെ കേട്ടോ. നഫീസ കെ ബി കെ, ഹായ് റസ്ലൻ അബ്ദുൽ, മലപ്പുറത്ത് മഞ്ചേരി. ഒരു വട്ടം പറഞ്ഞല്ലോ. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുന്നു, ടീ കുടിച്ചു, സൺഷൈൻ ആയി. ഓക്കെ ബൈ. പോപ്പ് ടൈം 54 ആണല്ലോ കറക്റ്റ്. എങ്ങനെ മനസ്സിലായി? മഞ്ചേരി ടൗണിൽ തന്നെ. ചായ കുടിച്ചോ? യെസ്. ഹായ്. മെഡിക്കൽ കോളേജിൽ എവിടെ വർക്ക് ചെയ്യണത്? എന്ത് ചെയ്യുന്നു? ഞാനത് സ്കിപ്പായി പോയി. ആയിക്കോട്ടെ, പ്രശ്നമല്ലടാ. പറയും, ഞാൻ കാര്യമൊക്കെ ഞാൻ വരിക, അതൊക്കെ ഞാൻ പറയും. ഒരു ഹായ് പറ. ഹായ് ഷസ്മീൻ. സൈക്കാട്രി പഠിച്ച് എടാ, ഇത് ഇതിലൊക്കെ ഇനി പുറത്ത് നല്ല മോനിമാരേക്കാരടാ, മനസ്സിലായോ? അപ്പോൾ ഓല് ഇത് സത്യം പറഞ്ഞത് ഒരു അസുഖമാണെന്നുള്ള സത്യം ഓല് മനസ്സിലാക്കണം. ഇതൊക്കെ ഓലെ ഒരു ഡോക്ടറോട് പോയി തുറന്ന് പറയണം. അപ്പോഴല്ലേ ഓരോ പെൺകുട്ടി സേഫ് ആവുള്ളൂ. മഞ്ചേരി കാവന്നൂരല്ലല്ലോ സൈബർ ക്രൈം. ഈ എവിടെയും ഞാൻ കാവന്നൂരൊന്നും അല്ല കേട്ടോ, പാണ്ടിക്കാട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ. വിശപ്പും തീരും. അതെ, അത്രേ ഉള്ളൂ. സെഡ് ഹായ്. ഈ കാക്കൻ്റെ പൈപ്പ് അല്ല എടാ, എനിക്കത് വരും, അതുകൊണ്ടാണ് എനിക്കറിയാം. എനിക്ക് അതൊന്നും അതൊന്നും പലർക്കും മനസ്സിലാവുന്നു. പക്ഷെ എനിക്കത് വരികയാണ്. എന്തിപ്പോൾ ഞാൻ ചെയ്യാം, ഒന്നും പറയാനില്ല. നല്ല മനോഭാവം. ഓക്കെ, താങ്ക് യു. ഞാൻ പറയാം, അത് എല്ലാവർക്കും കറക്റ്റ് ആയിക്കോളണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ എൻ്റെ ഒരു മെൻറ്റാലിറ്റി അതായിപ്പോയി. സോറി. കാസർഗോഡ് അറിയാം. റിയാസ് കുഞ്ഞുമോൻ ഹായ്. സഹൽ ഹായ്. ഹോസ്റ്റൽ എവിടെയാണ്? കോഴിക്കോട്. അയ്യോ ജയ്സ, താങ്കൾ വിശലിനും തെന്നി മാറുന്നു, അതുകൊണ്ട് നീ പൊക്കോ. വേറെ വഴികളുമുണ്ട്. വേറെ എന്തൊക്കെ വഴികളുണ്ട്? വേറെ വഴികളില്ലാത്തതുകൊണ്ടല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവില്ലേ. അയ്യോ, താല്പര്യം എനിക്ക് തെറി. ഞാൻ പറയാം, ഞാൻ തെറി കമൻറ്റുകളെ വരൂത് പറഞ്ഞിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ആര് തോൽവിയാണ്. എൻ്റെ ഒരു തോൽവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരാളെ പേടിച്ച് നമ്മളത് ചെയ്യാതൊക്കെയാണോ വേണ്ടത്? ഇനിയിപ്പോൾ ഞാൻ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ സ്വഭാവം മാറണുണ്ടോ? ഇല്ല. ദെൻ വൈ ഷുഡ് ഐ? അബ്ബായ് എന്തോ അല്ലടാ, ഞാൻ മുക്കർ റോട്ടിൽ. കുഴപ്പമില്ലല്ലോ. 3:30. പാണ്ടിക്കാട്ടിലേക്ക് വന്നിട്ടില്ല. അതിലെ നീ പൊക്കോ. നീ ആദ്യം ഡോക്ടറാണ്. ബി ഗുഡ് ബൈ ദി ഫാമിലി. ഓ താങ്ക് യു. നാസർ പോയില്ലേ? ഡോണ്ട് യുവർ മിസ് വേൾഡ്. നമ്മളിന്ന് മൈൻഡ് ചെയ്യുന്നില്ല തോന്നുന്നു അല്ലേ? ഇവന്മാർക്കുള്ളത് അത് നമ്പർ എടുത്ത് പിന്നാക്കേണ്ടി വരും. അതുകൊണ്ടും കാര്യമൊന്നുമില്ല അറിഞ്ഞില്ലേ? അതുകൊണ്ടൊന്നും നോ കാര്യം. അങ്ങനൊന്നും ഞാൻ കരുതൊന്നുമില്ല കേട്ടോ. അത്രേ ഉള്ളൂ, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അറിഞ്ഞില്ലേ? ഞാൻ പറയാം, ഞാൻ ഒരാളോട് എൻ്റെ ചാനൽ കാണും, എൻ്റെ കൂടെ നിൽക്കുന്നു, ഞാനോട് ഞാൻ പറയണില്ല. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ പോവാം. ഞാൻ മെൻ്റലിസ്റ്റ് പ്ലസ് തെറാപ്പിസ്റ്റ് വൈദ്യ ഫാമിലി. ഓ, അവിടെ മഴ ഉണ്ടോ? ഇല്ല. ഷഹർബാൻ ഹായ്. ജോബ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു ഹായ് തരൂ. ഒരു ഹായ് കുറേ വട്ടമായിട്ട് തരുന്നേ. ഇതിൻ്റെ വിധം മാറും കേട്ടോ. ഹായ് ഹായ് എല്ലാവരോടും ഹായ് കേട്ടോ. നെല്ലിക്കുത്ത് അതേടാ, എനിക്കൊക്കെ അറിയാലോടാ. ഞാൻ പോയിട്ട് വരാം. ഓക്കേടാ. നിന്നെ ഞാൻ എവിടെയോ അതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സമതിൻ്റെ വീട് എവിടെ? കമൻറ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. എനിക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കമൻസ് ഒന്നും ഞാൻ വായിക്കില്ല, സോറി. നാസർ ഹായ്. അയ്യോ മുഹമ്മദ് റിയാസ്, ഉമ്മാന് കൊടുക്കുമ്പോൾ അത് പറയട്ടോ, എന്നിട്ട് നമുക്ക് റേറ്റ് കണക്കാക്കും. ഉമ്മാൻ്റെ എത്ര ഉണ്ടാവും? കാലിക്കറ്റ്. അതെ. ഫ്രീ ഫയർ സോറി ഇല്ല. നമ്മൾ ജനുവരി 3 പന്മശി കൂടുതലായി. അത് സാറില്ല, തോത്തി കളഞ്ഞാൽ മതി. പൊക്കോൾട്ടോ. അല്ല
കമൻറ്റ് കുറേ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മഞ്ചേരി SBI ബാങ്കിലാണോ? ഓ ഓ ഐ സി. മുക്കം എനിക്കൊക്കെ അറിയാടാ. മുക്കം പഞ്ചാബ് അറിയാം, മുക്കം രാജസ്ഥാൻ, മധ്യപ്രദേശ് ഒക്കെ അറിയാം. എന്ത് ഡോക്ടറാണ്? കുറച്ച് കഴിഞ്ഞ് പോകും. അതെനിക്കല്ലേ അതുൽ മാർട്ടിൻ. അതെന്നെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ചോദിച്ചത്. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ തടാ ചോദിച്ചത്. എൻ്റെ ഉമ്മാൻ്റെ അല്ലേ പറയും. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ എത്രയാണെന്നാണ് ചോദിച്ചത്. അത് പറയട്ടാ. അല്ലെങ്കിൽ ഉപ്പാനോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. എത്രയും അതാക്കലും അസ്തഫിറുള്ള ഞാൻ അങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത്. എന്താടാ ഓൻ എന്നോട് മോശമായിട്ട് സംസാരിക്കണം. അപ്പോൾ എനിക്കും ശ്രദ്ധിച്ചു. ഐ മീൻ എനിക്കും സംസാരിച്ചൂടെ? എല്ലാം ഒരേ ടൈം. സത്യം കറക്റ്റ്. അങ്ങനെയല്ല, ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വാല് ബാക്കിയുള്ളവർ വരികയാണ്. മനസ്സിലായോ? പോസ്റ്റ് ചെയ്ത് കമൻസ് വെക്കാൻ പറ്റണില്ലടോ. തുരുതുര കമൻസ് വന്നിട്ടേ. ഇതെന്ത് കഥയാടാ? തമ്പുരാനറിയാം. എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി അറിഞ്ഞില്ലേ? മെൻ്റലിസം ചെയ്യുമോ? അതിനെന്താ? ബ്ലോക്ക് ആക്കണേ. അടുത്തൊരു മെസ്സേജ് അയച്ചാൽ ബ്ലോക്ക് ആക്കണ്ട് കേട്ടോ. അയ്യോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഏതോ ഒരു യൂണിവേഴ്സ് കയറി മറിയുന്നുണ്ട് കേട്ടോ. കാണാനും ഈ ഇവിടെ ഉണ്ടാവാ. സംസാരം കൊള്ളാമെങ്കിലും കാണാൻ കൊള്ളൂലാനോ? അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അതെ അതല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് പോവാം. അയ്യോ റിയാസി ഉമ്മാൻ്റെ റേറ്റ് പറയും മോനെ. അസ്തഫിറുള്ള വേണ്ട കേട്ടോ. വേണ്ട. ഹായ് ഹായ് അഫിത്ത ഹായ്. അത് വേണ്ടി വരും മിക്കവാറും. മറ്റേ ദേവിയല്ലായിരുന്നു. ന്യൂ യൂണിവേഴ്സ് ഡിറ്റക്റ്റഡ് 18+ യൂണിവേഴ്സ് ഒഴിവാക്കുക. ഗീത കമൻസ് നോക്കുക. അതെ ആണോ? അങ്ങനെയാണോ പറഞ്ഞോ? താങ്ക് യു സിജു ജസ്റ്റിൻ. ഡൺ ടൈം ട്രാവൽ. ഓക്കേടാ. വീണ്ടും വരുന്നുണ്ട് ചെക്ക് യൂട്യൂബ്. അതെ കറക്റ്റ്. ഇത് ഏതോ പടത്തിലുണ്ടല്ലോ. നമുക്ക് എടുത്തില്ല അതുപോലെ തന്നെ എടുക്കും. അത്രേ ഉള്ളൂ. അത് ഏതോ പടത്ത് പറയണില്ലേ? ക്രിസ്മറിയ സായി ലുക്ക് ആയിക്കോ. താങ്ക് യു. കണ്ണിൻ്റെ സൈഡ് എന്തൊരു ബ്ലാക്ക് ഹെയർ ഡാർക്ക് സർക്കിൾസ് ആണോ? പക്ഷെ ഉമ്മാൻ്റെ ഇവിടെ നെല്ലിക്കുത്ത്. അവരുടെ അല്ലെങ്കിൽ നെല്ലിക്കുത്തിനെ ചുറ്റിങ്ങനെ തിരിഞ്ഞ് നടക്കണത് അല്ലേ? ചായ കുടിച്ചു. ടോണി ആൻ്റണി അത് മറക്കാം. ഓക്കെ താങ്ക് യു. എല്ലാവരോടും താങ്ക് യു കേട്ടോ. ഡിഗ്രി ആണോ ചെയ്യുന്നത്? അല്ല ഞാൻ BHMS ആട്ടോ. ഡു യു ബിലീവ് ഇൻ ഡെവിൾ? യെസ് ഓഫ് കോഴ്സ്. എവിടെ ജോലി സാർ? കന്നഡ യൂസ് ചെയ്തിരുന്നോ? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ അമ്മ അടുത്ത് പോയാൽ പോരെ മകനേ. ദാറ്റ് വൈറൽ ഗേൾ. ഹലോ. ഇല്ല ആവശ്യമില്ല. പക്ഷെ എനിക്ക് ചൊറിഞ്ഞ് വരികയാണ്. ഇപ്പം ഞാൻ ചെയ്യാം. ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടല്ലോ. ഫെയർ ആൻഡ് ലവ്ലി ഉണ്ട്. വേണോ? BHMS ആണോ? അതെ ഉണ്ടെങ്കിലും നെഗറ്റീവ് ഉണ്ടാവും. അതത്രേ ഉള്ളൂ. നമ്മളെ മറന്നു. ഞാൻ ആരെയും മറക്കും. ഞാൻ ആരെയും ഒന്നും മറക്കൂല കേട്ടോ. എന്താണ് വിശേഷം? വളരെ നല്ല വിശേഷം. പെണ്ണെന്തിനാ ഏതെന്ന് അതിവിടെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഐ എം എ ഡബിൾ. വിൽ യു ബി മൈ ഡബിൾ? സോറി, അവിടെ ഉള്ളവരൊന്നും ഇല്ല. അവരൊക്കെ പോയി. എന്തോന്ന് ഫ്രൈഡേ ആയിട്ട് വേണ്ടാത്ത കമൻറ്റ്. അത് ഞാൻ പറഞ്ഞു. ഞാനത് വായിച്ച് എനിക്ക് കമൻറ്റ് ഓൾറെഡി വരികയാണ്. എനിക്ക് ഭയങ്കര എടുത്തുചാട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് മനസ്സിൽ തോന്നണം ഞാൻ പറയും. പിന്നെ ഞാൻ ആലോചിക്കുള്ളൂ ഷിറ്റ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. സോറി. നീ ഞാൻ ശ്രദ്ധിക്കാം. ഹായ് 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 എല്ലാവരോടും ഹായ് കേട്ടോ. മുഹമ്മദ് റിയാസ് ഏതാടാ നീ? നോ വറി. അങ്ങനെ എത്ര ഡാഡി ഇല്ലാത്തവന്മാർ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ മതി. അവർക്കിപ്പോൾ ഡാഡി ഉണ്ടായി കൊടുത്ത പോലെ സംസ്കാരം വളർത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല. സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് ഓൾറെഡി വേണം. പിന്നെ കുറച്ചൊക്കെ അവനുള്ളിൽ തന്നെ തോന്നണം. എനിക്കും പെങ്ങളുണ്ട്, എനിക്കും ഉമ്മയൊക്കെ ഉണ്ട്. അത് തോന്നാത്തവരോട് ഇപ്പം നമ്മൾ തോന്നിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതല്ലേ അതിൻ്റെ ഒരു ഇത്. ഞാൻ മതം മാറാൻ പോവുക. കാണുമ്പോൾ പേടിയാകുന്നു. പേടിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തിക്കണത്. എന്നെപ്പോലെ എടുത്ത് ചേട്ടം യൂട്യൂബ്. പക്ഷെ ഞാൻ ഇപ്പോൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സ്പെല്ലിങ് പറയാമോ? അയ്യോ എനിക്കറിയില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? റിങ് എടുത്ത് എനിക്കറിയാം. സൽമാൻ ഫാൻസ് എനിക്കറിയാം. അത് നല്ലതല്ലാതെ എനിക്കറിയാം. പക്ഷെ പറഞ്ഞില്ലേ
ഒരു 90% വരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ 10% അവിടെ എനിക്ക് കയ്യിൽ നിന്ന് പോവുകയാണേ. അതാ പിന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ബൈക്കിൽ നിർത്തി പറഞ്ഞില്ലേ. ഹായ് ഡാർലി. അത്രേ ഉള്ളൂ. റോബിൻ തോമസ് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതെ സത്യം. പിന്നെ ഒരാളും എനിക്ക് ചിലവും തരുന്നില്ല പറഞ്ഞില്ലേ. ഇത്ര നാളെ കാണുന്നല്ലേ VP. അതെ അതാ പിന്നെ ഉള്ളത്. ഹായ് എല്ലാവരോടും ഹായ് കേട്ടോ. നാളെ ലൈവ് ഉണ്ടോ നോക്കാം. ഇനി മറുപടി കൊടുക്കണില്ല സൈബർ ക്രൈം. സോറി. എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഞാൻ കമൻറ്റ് കൊടുത്തിട്ട് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻജോയ് ചെയ്യട്ടെ. നിലമ്പൂർ ആര് ജയിക്കും? എല്ലാവരും ജയിക്കട്ടെ. എൻ്റെ പൊന്നോ ഇജാദ് സീൻ. എനിക്കെന്ത് പറ്റിയത്? എനിക്കും സീനാ. ഷമീൽ പ്ലീസ്. ഷമീൽ എന്ത് ചെയ്തു? ഇത് ഏതാ അമ്മച്ചി? സത്യം. പക്ഷെ അങ്ങനത്തെ ആൾക്കാരൊന്നും ഞാൻ പേടിക്കില്ല കേട്ടോ. കാരണം നമ്മളെ കാര്യം നമ്മളെക്കാൾ നന്നായിട്ട് വേറെ ആൾക്ക് അറിയാൻ പോകണില്ല. പിന്നെ എന്തിനാ നമ്മളെ പോലെ സംസാരം കേൾക്കണം? കൊല്ലം വന്നിട്ടുണ്ടോ? കൊല്ലം വന്നിട്ടുണ്ടോ? കോട്ടയത്താണോ കൊല്ലത്താണ്? ഞാൻ എവിടെയോ ഒന്ന് വന്നിക്കും. പക്ഷെ അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സോറി. റൈഫ ഇവിടെ. ഓ അപ്പച്ചോ. ഹായ് VP. ഹായ്. പറയൂ. തുറക്കലറിയാം. സ്റ്റാൻഡിൻ്റെ സ്ഥലമല്ല. അതൊക്കെ നന്നായിട്ട് അറിയാം. നിലമ്പൂർ M സ്വരാജ്. ഹായ് എല്ലാവരോടും ഹായ് കേട്ടോ. യെസ് ഡൺ റോബിൻ തോമസ്. ഇനി വായിക്കൂല കേട്ടോ. നിങ്ങളിൽ ഒരാൾ ഞാനും. പേരെന്താ? ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ? ഇല്ല. എനിക്കല്ല വേറെ. എനക്കപ്പം തന്നെ പരിപാടി. സുന്ദരൻ പൊട്ടന്മാർ തെറി പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ അത്രയ്ക്ക് എടുത്തണം കേട്ടോ. സത്യം. റൈഫ VP അല്ല, ഓൾ അഫ്സീനാണ്. നെഗറ്റീവ് മാത്രം പറയുന്നുള്ളൂ. എല്ലാവരും അൺസബ് അടിക്കുക. എന്താ സുന്ദര അമ്മക്കിട്ട് പണി ഉണ്ടാക്കല്ലേ? എനിക്ക് വേണ്ട സാർ കേട്ടോ. നമുക്ക് സൈക്കോളജി ഒക്കെ പഠിക്കാനുള്ളതാ. ഷോർട്ടാക്കിയതാ ടോണി. എല്ലാവരും ഷോർട്ടാക്കിക്കോളൂ. പഠിപ്പിച്ചതാ. അങ്ങനെ കുറച്ച് തലക്കകത്ത് ആൾത്താമസമൊക്കെ വേണം. ഇവളുടെ അഹങ്കാരം നിർത്തണം. സുന്ദരാ. ഹണീബി ഐശ്വരി. ആൻസപ്പാൻ്റെ റിപ്പോർട്ട്. മെൻ്റലിസം അറിയുമോ? അതെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. ഞാൻ തെറിയൊന്നും പറയില്ല ചേട്ടാ. സുന്ദരൻ ചേട്ടോ. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി. മറ്റേത് കയറിയതാ ടോണി. സുന്ദര നമ്മക്കിട്ടാണല്ലോ മച്ചമ്പി. ഹായ് മുത്തുമണി പ്രസാദ്. പ്രിട്ടിയർ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. അയ്യോ വേണ്ട സുന്ദരൻ ചേട്ടാ. നമ്മൾ വെറുതെ വിടൂ. അതെ VP ഫ്രണ്ട് മാത്രം ഇടാ. ഞാൻ എൻ്റെ സിസ്റ്ററാന്ന് പറഞ്ഞു കൊടുക്കടാ. പേര് വിളിക്കാമോ? ഷെയർ വേണ്ട സുന്ദരൻ ചേട്ടാ. ഞാനിനി നല്ല കുട്ടി ആയിക്കോളാം. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് അഫ്സീന. അഫ്സീനത്തെ സുഖമാണ്. ട്രോൾ വരും വീഡിയോ. അതും ഞാൻ പറയാം മേഡം. വളരെ സുന്ദരൻ ചേട്ടാ. അപ്പം അതെനിക്ക് വൈറലാവേ ചെയ്യുള്ളൂ. നീ ആനക്കായമാണോ? അല്ലല്ലോ. സുന്ദരൻ ചേട്ടാ മണ്ടത്തരം കാണിക്കണ്ട. അപ്പം അത് വീണ്ടും എനിക്ക് റീച്ച് ആവും. ഓക്കെ കോണിയോ നല്ലൊരു പേരുള്ള കോണി. വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആഴ്സനൽ മാരേജ് കഴിഞ്ഞു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ ചേട്ടാ. ഓക്കെ അപ്പം ആയിക്കോട്ടെ. ഇറ്റ്സ് നോട്ട് എ ഇഷ്യൂ. ഓക്കെ അതെ ഞങ്ങൾ ട്രാവലേഴ്സാണ് പറഞ്ഞില്ലേ. ഈ പറയാം അപ്പച്ച കാര്യം പറയാം എന്തുണ്ടായതെന്ന്. അപ്പോൾ ഞങ്ങൾ ടീമെത്തും. അയ്യോ മറ്റേ 18+ യൂണിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തി പോവാണ് റബ്ബേ. അല്ല ഞാൻ ചോദിക്കട്ടെ സുന്ദരൻ ചേട്ടൻ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ കിട്ടും? നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരുന്നുണ്ടോ? അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് സമ്മതിച്ചു കൊടുക്ക്. എന്ത് ചേട്ടനല്ല ഇക്ക എന്താണെന്നുണ്ടെങ്കിലും വെൽക്കം. ഐ ആം ട്രൈബൽ ഷെഫ്. ഐ ഡിയർ മാരേജ് ഐ ഹവ് സീൻ ഐ റിപ്ലേസ് മൈ. എൻ്റെ സ്ഥലം മലപ്പുറം. എവിടെ റൈഫ? ആണ് VP സമ്മതിച്ച് തരൂല. അയ്യേ പോടാ അവിടുന്ന്. ഒരു മനസ്സുഖം. പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ ഈ തെറി പറയുന്ന ആൾക്കാർ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? സുന്ദരൻ ചേട്ടാ പറയൂ. നോട്ട് ഷെഫ്. പക്ഷെ എനിക്ക് ഷെഫ് എന്ന് പറയാൻ ഇഷ്ടം. കമൻറ്റുകൾ കൂടുതലും നെഗറ്റീവാണല്ലോ. അതിനെന്താ പ്രശ്നം? അതൊക്കെ ഓരോ സംസ്കാരം അത്ര ഉള്ളല്ലോ. ലക്ഷദ്വീപിലാണോ? നമ്മൾ അടുത്ത ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യണ്ടേ? ഇൻഷാ അല്ലാ ഞാൻ കോണ്ടാക്ട് ചെയ്യണ്ടേ. ജയറാം സുഖമാണോ? തുറക്കലല്ല മോളെ.